കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധം ഒരു വലിയ പതനത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തി നിൽക്കുമ്പോൾ LDF-ന്റെ ഈ പരാജയത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. ഈ തോൽവി ഈ പാർട്ടിയുടേതല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ അമിത ആത്മവിശ്വാസത്തിനും ധാർഷ്ട്യത്തിനും ജനം നൽകിയ കടുത്ത പ്രഹരം തന്നെയാണത്. ഒരു കാലത്ത് പാർട്ടി സെക്രട്ടറി എന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മുകളിലുള്ള പദവി തന്നെയായിരുന്നു പാർട്ടിയിൽ. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി CPM-ഉം സർക്കാരും പിണറായി വിജയൻ എന്ന ഏക കേന്ദ്രത്തിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയല്ലേ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അവസാനിക്കുകയും ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റാലിനിസ്റ്റ് ശൈലി അദ്ദേഹം നടപ്പിലാക്കി. പിണറായിയെ വിമർശിക്കുവാൻ പാർട്ടി പ്രവർത്തകർക്ക് ഭയം തന്നെയായിരുന്നു. ആഭ്യന്തര ജനാധിപത്യം നഷ്ടപ്പെട്ട പ്രസ്ഥാനത്തിൽ ഘടകകക്ഷിയായ CPI-യിലെ ചില നേതാക്കൾ ഉയർത്തിയ നേരിയ ശബ്ദങ്ങൾ മാത്രമായിരുന്നു ഏക ആശ്വാസം. ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി, ജനങ്ങളോട് കാണിക്കേണ്ട വിനയവും കരുതലും പിണറായി വിജയനിൽ നിന്ന് കേരളം കണ്ടില്ല. മാധ്യമങ്ങളോടുള്ള പെരുമാറ്റമായാലും സാധാരണക്കാരുടെ പരാതികളോടുള്ള സമീപനമായാലും എല്ലാത്തിലും പ്രകടമായത് ഒരുതരം ധാർഷ്ട്യമായിരുന്നു. കടക്ക് പുറത്ത് എന്ന മനോഭാവം ജനങ്ങൾക്കിടയിൽ വലിയ മടുപ്പാണ് സഖാവെ ഉണ്ടാക്കിയത്. ഈ അഹങ്കാരം ഒരു മുഖ്യമന്ത്രിക്ക് പോയിട്ട് ഒരു സാധാരണ വാർഡ് മെമ്പർക്ക് പോലും ചേർന്നതല്ല എന്ന് ഈ റിസൾട്ട് തെളിയിക്കുകയാണ്. ഈ തോൽവിക്ക് പിന്നിൽ വലതുപക്ഷ വോട്ടുകളല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തെ ജീവശ്വാസം പോലെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ പ്രതിഷേധമാണിത്. പാർട്ടി ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത് കണ്ട് സഹിക്കവയ്യാതെയാണ് സാധാരണക്കാർ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തത്. ഈ പ്രസ്ഥാനം നാളെ നശിച്ചു പോകാതിരിക്കാൻ ഇന്ന് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന വ്യക്തിയെ തിരുത്തണമെന്ന വാശിയോടുകൂടിയാണ് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ഈ റിസൾട്ട് ഈ പാർട്ടിയോടുള്ള ശത്രുതയല്ല, മറിച്ച് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത വ്യക്തിപൂജയോടുള്ള അമർഷമാണ്. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം മറ്റാരുടെയും തലയിൽ കെട്ടിവെക്കുവാൻ ശ്രമിക്കരുത്. തോൽവിക്ക് 100 കാരണങ്ങൾ നിരത്താമെങ്കിലും അതിന്റെ സിംഹഭാഗവും ചെന്നു നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിലും പ്രവർത്തന ശൈലിയിലുമാണ്. പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല എന്ന കമ്മ്യൂണിസ്റ്റ് തത്വം പിണറായി വിജയൻ മറന്നു പോയിടത്താണ് ഈ പാർട്ടിയുടെ തകർച്ച തുടങ്ങിയത്. സാധാരണക്കാരായ ജനങ്ങൾ ഇനിയും തങ്ങളെ രക്ഷിക്കുമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ ആ ധാർഷ്ട്യം ഉപേക്ഷിച്ചേ മതിയാവൂ പ്രിയപ്പെട്ട സഖാവേ. ഈ പരാജയം പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ജനം നൽകിയ ഗെറ്റ് ഔട്ട് കൂടിയാണ്.